കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി സമൻസ്. തിങ്കളാഴ്ച കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകണം. ഇ ഡി പറയുന്ന സമയത്ത് ഹാജരാകാനാകില്ലെന്ന് തോമസ് ഐസക്. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിനെതിരെ കേന്ദ്ര അന്വേഷണം ആവർത്തിച്ച് പ്രതിപക്ഷം. RSS പിണറായി ധാരണയുടെ ഇടനിലക്കാരനാണ് വി മുരളീധരനെന്ന് വി ഡി സതീശൻ. കേരളത്തിൽ BJP CPM അന്തർധാരയുണ്ടെന്ന് കെ മുരളീധരൻ. മഹാരാജാസ് കോളേജിൽ SFI നേതാവിനെ കുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിലായത് KSU നേതാവ് ഇജിലാൽ. വിദ്യാർത്ഥിയെ ആംബുലൻസിൽ കയറി മർദ്ദിച്ച SFIക്കാർക്കെതിരെ കേസ്. 10 പേർക്കെതിരെ കേസെടുത്തത് ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം. കോഴിക്കോട്ടെ സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ ടി സിദ്ദിഖിന്റെ ഭാര്യയ്ക്കെതിരെ കേസ്. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് ടി സിദ്ദിഖ്. നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രതികരണം. ഇടുക്കി തൊടുപുഴയിൽ അമ്മിണിയമ്മയുടെ ഒറ്റയാൾ സമരം ഫലം കണ്ടു. അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്ന് തഹസീൽദാരുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിനൊരുങ്ങിയ അയോധ്യ. സംസ്ഥാനങ്ങളിൽ കനത്ത സുരക്ഷ. അവധി പ്രഖ്യാപിച്ചതിൽ വിവാദം പുകയുന്നു.